ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാവുകയാണെങ്കിൽ അത് തിരിച്ചടിയാവുക ഇടതുമുന്നണിക്കും CPM-നുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ചർച്ചയാകരുത്, ആ വിഷയം ചർച്ചയാകരുത് എന്നാണ് CPIM-ഉം LDF-ഉം ഒക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണല്ലോ ഇത് കൂടുതൽ സജീവമായി പ്രതിഫലിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് UDF-ന്റെ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമൊന്നും അത് വിസ്മരിച്ചുകൊണ്ടോ അക്കാര്യങ്ങൾ ഓർക്കാതെയോ അല്ല. പക്ഷേ അത് UDF പ്രതീക്ഷിച്ച നിലയിൽ പോലും അത് വലിയ രീതിയിലൊരു വോട്ടാക്കി മാറ്റാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത് ഒരു വശത്ത് അത്തരം കാര്യങ്ങൾ BJP നേതാക്കളുടെ മനസ്സിലുണ്ട്. പിന്നെ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ള എന്ന് മാത്രം BJP പറയണം എന്ന് നമ്മൾ ശഠിക്കേണ്ടതുമില്ല. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ ഒരു കാലത്ത് രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു BJP-യുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ബാബറി മസ്ജിദ് തകർക്കുന്നു, പിന്നീട് രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് അവരുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് കടക്കുന്നു. അതൊക്കെ ആ സംഭവമൊക്കെ നടക്കുമ്പോൾ പോലും 2009 ആ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണം മാത്രമായിരുന്നില്ല അവരുടെ അജണ്ട. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ അജണ്ട UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ അഴിമതികളായിരുന്നു. അല്ലാതെ രാമക്ഷേത്രം എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് BJP-യെ സംബന്ധിച്ചും ആ സമയത്തുള്ള ആ തെരഞ്ഞെടുപ്പിനെ അത് എൻകാഷ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ വോട്ടർമാരുടെ വോട്ടുറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറില്ല. അത് ഈ നിലയിലുള്ള UPA സർക്കാരിൻ്റെ കാലത്തെ 1ഉം 2ഉം UPA സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള വലിയ അഴിമതികൾ, അത് 2G സ്പെക്ട്രം അഴിമതിയായാലും ആദർശ് കുംഭകോണമായാലും കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയായാലും അത്തരം അഴിമതി കാര്യങ്ങൾ കൂടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് വോട്ടാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. അത് ഏതായാലും ഫലിച്ചു. യുവതീ പ്രവേശന സമയത്ത് PS ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സുവർണാവസരമാണ് നമുക്ക് മുന്നിൽ. ആ സുവർണാവസരത്തിന് വേണ്ടി BJP പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, വലിയ തോതിലുള്ള പ്രക്ഷോഭം കേരളത്തിൽ നടക്കുന്നു. ശബരിമല തന്നെ പ്രക്ഷോഭങ്ങളുടെ ഒരു വേദിയായി മാറുന്നു. അതൊക്കെ കേരളം കണ്ടതാണ്. അതിനുശേഷം പിന്നീട് 2019 അതിൻ്റെ നേട്ടമുണ്ടായത് UDF-നാണ്. അത് സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലേക്കും LDF-നെ സംബന്ധിച്ച് ഒറ്റ സീറ്റിൽ ഒതുക്കിയ ഒരു തെരഞ്ഞെടുപ്പാണത്. അതിനുശേഷം പിന്നീട് 2021 കേവലം 2 വർഷം മാത്രം കഴിഞ്ഞപ്പോൾ നടന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് എന്തായി? അന്നും ഈ ശബരിമല വിഷയമൊക്കെ, യുവതീ പ്രവേശന വിഷയമൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ചർച്ച ചെയ്തെങ്കിലും അപ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ അത് മാറി ചിന്തിച്ചു. അതുകൊണ്ട് ഈ വിഷയം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി കഴിഞ്ഞ 2 സന്ദർശനത്തിൽ, ജനുവരിയിൽ നടത്തിയ സന്ദർശനത്തിൽ, കൊച്ചിയിൽ നടത്തിയ സന്ദർശനത്തിലൊക്കെ ഈ കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയാൽ അത് UDF-നായിരിക്കും നേട്ടം കൊയ്യുക എന്ന് അവർക്ക് മനസ്സിലായി.